24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. അണ്ണൻ ഇപ്പോഴും ശശിയാണല്ലേ? ഇല്ല ഗസറ്റ് കൊടുത്ത് ഞാൻ പേര് മാറ്റി. എന്തോന്ന്? ശശികുമാർ. കറക്റ്റായിട്ട് ചേര്. നീ നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? അണ്ണ സത്യം പറഞ്ഞ എനിക്ക് 24. 24 ദിവസത്തെ ലീവ് ഉണ്ടാടാ? 24 ദിവസമല്ല, 24 മണിക്കൂർ. അങ്ങനെ അണ്ണ എന്റെ അറബിക്ക് ഒരു ആഗ്രഹം, കേരളത്തിൽ വന്ന ആടുജീവിത സിനിമ കാണണം. കാരണം അവിടെ അത് റിലീസ് ആയിട്ടില്ലല്ലോ. അപ്പൊ അറബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ ആടുജീവിതം കാണാനായിട്ട് പോവുക. അപ്പൊ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ജീവനെ ഒന്ന് കണ്ടിട്ട് വരാനായിട്ട്. രാവിലെ 9 മണിക്ക് ഞാൻ എയർപോർട്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ട് നീ ഇപ്പോഴാണ് ഇവിടെ പറഞ്ഞത്? അണ്ണാ നമ്മുടെ റോഡല്ലേ അണ്ണാ, മൊത്തം കുണ്ടും കുഴിയും ബഹളവും. അതൊക്കെ അങ്ങ് ദുബായിൽ. ദുബായിലെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണാടി ചില്ല് പോലെ ഇരിക്കും. ചുമ്മാ അല്ലേ അറബികൾ ഇത്രയുള്ള ലോകമായിട്ടുണ്ട് കിടക്കണത്. മടത്തുടുത്ത സംഭവം പൊളിഞ്ഞില്ലേ? അണ്ണാ അണ്ണ വെള്ളം എടുക്കണ്ട, എനിക്ക് പോകണം. നിനക്ക് ഇത്ര ധൃതി ഉണ്ടോന്നടാ? അണ്ണാ ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം, ചെന്ന് കിടന്നെന്ന് ഉറങ്ങണം. ഇതണ്ണാ എന്നെ കൊണ്ടാക്കണ്ണ. നിന്നെ കൊണ്ടാക്ക എന്തോന്ന് ഇത്ര ധൃതി? എന്നാ ഞാൻ പറഞ്ഞില്ല അണ്ണാ, എന്റെ അറബിക്കും എന്റെ അറബിയുടെ ഭാര്യക്കും ഒരേ നിർബന്ധം. എന്തോന്നു? ഞാനും എന്റെ ഭാര്യയും കൂടെ റീൽ ചെയ്ത് കൊളാബ് ചെയ്ത് അവർക്കൊന്ന് കാണണമെന്ന്. എന്തോന്നും മ്ലേച്ഛമായ കുടുംബോടാ നമ്മളെ കേരളത്തിൽ എന്ന് മാത്രം ഫാമിലീസ് ഉണ്ട്. ഞാൻ ആരെയും കൊളാബും കാണുന്നില്ലല്ലോ. അണ്ണ ഈ മറ്റേ നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ പൂത്തും അത് അങ്ങനെ അത് അവർക്ക് കാണണം. എനിക്കൊരു 50,000 രൂപ സമ്മാനമായിട്ട് തരാന്ന്. അപ്പൊ അണ്ണനെ കൂടെ എന്നാ ശരി, ഞങ്ങളുടെ റീലിനകത്ത് അണ്ണനും ഉണ്ട്. നല്ലൊരു പാട്ടുണ്ട്. താണ്ടാ ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? ഞാൻ പൊളക്കും ആണല്ലേ? ഇതിനകത്ത് ഞാൻ മന്ദാരം മയില്. എടാ സ്വന്തം ഭാര്യയെ കെട്ടിയിട്ടുണ്ട് ഗൾഫിൽ പോയ നീ മന്ദാര മയിലല്ലാതെ വേറെ ആരടാ? അണ്ണ എന്റെ ഭാര്യ ശ്രീവള്ളി. അവള് ശ്രീവള്ളിയോ കാച്ചില് വള്ളിയോ ചേനവള്ളിയോ ആയിക്കോട്ടെ, ഞാൻ ആര്? അണ്ണൻ ചൂപ്പൻ. ആര്? അണ്ണൻ ചൂപ്പൻ. നീ മന്ദാര മയില്, അതെ. നിന്റെ ഭാര്യ ശ്രീവള്ളി. ഈ കൊമ്പം മീശയും പറ്റി വള്ളം തേടാ, ഞാൻ വെറും ചൂപ്പൻ. അണ്ണ ഞാൻ അങ്ങനെ പറഞ്ഞു ശരിയാവൂല. അണ്ണ ഞാൻ പറയട്ടെ അണ്ണ, അണ്ണന് ഞാൻ നായകനാക്കാം. പക്ഷെ നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്. എനിക്കൊരു സംശയമുണ്ട്. അത് ചോദ്യര് വള്ളത്തിൽ ഇരിക്കാൻ വാ. വള്ളത്തിൽ ഇരിക്കണ്ണ. അണ്ണ സത്യം പറഞ്ഞല്ലേ, ആദ്യരാത്രിയെ കുറിച്ച് എന്റെ സംശയം. എന്നാ പിന്നെ കരയിരിക്കാം. അണ്ണ സത്യം പറഞ്ഞത് വേറെ ആരോടും പറയരുത്. കാരണം ഇത്രയും പ്രായമായിട്ട് എനിക്കിത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ കളിയാക്കും. ആരെങ്കിലും അറിഞ്ഞാലേ വിഷയം. എന്താ രണ്ടുപേരും സംസാരിക്കുന്നല്ലേ? താന്നിരി ആര്? 2 സുലോപ്പിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അണ്ണ സത്യമായിട്ട് ഇതാരോടും പറയല്ലേ അണ്ണ? പറയൂല. അണ്ണ ആദ്യരാത്രി ഉണ്ടല്ലോ അണ്ണ, ആദ്യരാത്രി ഞാൻ റൂമിലോട്ട് ചെല്ലുമല്ലോ. വരുന്നല്ലോ. ഞാൻ ഈ റൂമിലോട്ട് ചെല്ലാൻ നേരത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമല്ലോ. നീ തിരിഞ്ഞു നിൽക്കണമല്ലോ. ഈ സമയത്ത് അവളിങ്ങനെ പാലുമായിട്ട് വരുമല്ലോ. അവള് വിഷമായിട്ട് പറഞ്ഞോളൂ, പറയടാ അങ്ങോട്ട്. അണ്ണ ഈ പാലുമായിട്ട് വരുന്ന സമയത്ത് ഈ കഥകൾ കുറ്റിയിടണ്ടേ അണ്ണ? വേണ്ട, ഞാൻ ഇട്ട് ബാക്കി പറ. അണ്ണ ഈ പാലുമായിട്ട് വന്നിട്ടേ ഈ പാൽ ആദ്യം ആര് കുടിക്കുവണ്ണ? പാൽ ആദ്യം നീ കുടിക്കണം, ബാക്കി പകുതി അവക്ക് കൊടുക്കണം. ബാക്കി പറ. ബാക്കിയൊന്നുമില്ല. ഇതായിരുന്നു എന്റെ സംശയം. തീർന്നില്ല. പകുതി നീ കുടിച്ച, പകുതി അവക്ക് കൊടുത്ത, അതിന്റെ ബാക്കി ഇച്ചിരി കാണുമല്ലോ, അത് രഘുവിന് കൊടുക്കണം. അത് അവളുടെ അച്ഛനല്ലേ? തന്നെടാ, നിന്നെ പോലൊരു കിടങ്ങനെ അവന് മോളെ കെട്ടിച്ചെന്നെ അവൻ മരിക്കണോടാ.